എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അതാ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങനെ അടുത്തെത്തിയല്ലേ? എന്താണ് നിങ്ങളൊക്കെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോ? ഇല്ലേ, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തില്ലേ? അതും പഠിക്കണില്ലേ എല്ലാരും? എന്താണ്? പക്ഷെ എന്തായാലും നിങ്ങൾ പഠിക്കണേന്നാണ് മിസ്സിന്റെ വിശ്വാസം. കാരണം എന്താ, ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോ നിങ്ങൾ പഠിക്കണേയിരിക്കില്ലേ? പഠിക്കാൻ ആഗ്രഹമുള്ളവരല്ലേ വീഡിയോ കാണാൻ? എനിക്കറിയാം, എല്ലാവർക്കും നല്ല ആഗ്രഹമുണ്ട് പഠിക്കാനും നല്ല മാർക്ക് മേടിക്കാനും ആഗ്രഹമുണ്ട് അല്ലേ? അതെ. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചായിട്ട് പഠിക്കുക. ഇനിയുണ്ട്, 2 ആഴ്ചത്തോളം ടൈം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. വേറെ ടെൻഷൻ ഒന്നും വേണ്ട. അപ്പൊ ക്രിസ്മസ് എക്സാം ആയി, അതിന്റെ എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ഒരു സൈഡിലുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ എക്സാം ആയെന്നുള്ള ഒരു ടെൻഷനും ഉണ്ട് അല്ലേ? ക്രിസ്മസ് ആണ്, നമുക്ക് അടിച്ചു പൊളിക്കാം, സെറ്റ് ആണ്. പക്ഷെ എക്സാം ആണല്ലോ അതിന് മുമ്പ്. അതോർത്താരും വറീഡ് ആവണ്ട. എന്താ, സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചൂടെ? കാരണം എന്താ, സിമ്പിൾ ആണ്. നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ നോക്കുമ്പോൾ ഇത്തിരി ടാസ്ക് ആണെന്ന് തോന്നും, പക്ഷെ എന്താ, സിമ്പിൾ ആണ് സാധനം. അപ്പൊ നിങ്ങൾ പതിയെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ പഠിച്ചു പോകാം. ആരും ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോ നമ്മൾ ഏത് ചാപ്റ്ററാ പഠിച്ചുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏത് ചാപ്റ്റർ ആണ്? നമ്മുടെ ക്ലാസ് 10th ഫസ്റ്റ് ചാപ്റ്റർ ആയ സൗണ്ട് വേവ്സ് അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? എന്താ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതെന്ന് ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ ആദ്യം നോക്കിയത് എന്താ? നമ്മൾ സൗണ്ടിനെ കുറിച്ച് പഠിച്ചു അല്ലേ? ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി ആണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെന്താ പഠിച്ചിട്ടുണ്ടായത്? നമ്മൾ ഓസിലേഷനെ കുറിച്ച് പഠിച്ചല്ലേ? അതായത് ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് ഓസിലേഷൻ എന്ന് പറയുന്നുണ്ടാവുക. അതിന്റെ ഓരോ ടേംസും ആംപ്ലിറ്റ്യൂഡും ടൈം പീരീഡും പിന്നെന്താ ആ ഫ്രീക്വൻസി. അതെ, ഫ്രീക്വൻസി ഒക്കെ പഠിച്ചായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ പഠിച്ചു വന്നപ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് അത് തീർന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ വന്നത് ഏതാ? നമ്മുടെ മീഡിയം ആവശ്യമുള്ള കുറെ വേവ്സ് ഉണ്ട്, മീഡിയം ആവശ്യമില്ലാത്ത കുറെ വേവ്സ് ഉണ്ടായിരുന്നു അല്ലേ? അതെ, അതായത് നമ്മളെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും മെക്കാനിക്കൽ വേവ്സും. അതിനകത്ത് മെക്കാനിക്കൽ വേവ്സിനെ 2 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തത് അല്ലേ? ലോങ്റ്റിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും. അപ്പൊ അത് ഓറിയന്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ പഠിച്ചു. ആൻഡ് ഓൾസോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ വേവും പഠിച്ചല്ലേ? നമ്മൾ പല ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ്, പീരീഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് സ്പീഡ് ഓഫ് വേവ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പം മിസ് ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഓരോ ചാപ്റ്ററിന്റെ ഓരോ സെക്ഷൻസും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുവരെയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ബ്രഷപ്പ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് ഓർത്തെടുക്കാനാട്ടോ. അപ്പൊ നിങ്ങളിങ്ങനെ ജസ്റ്റ് ഇത് കേൾക്കുമ്പോൾ തന്നെ പേജ് മറിയാം, ഇതൊക്കെ ഞാൻ സെറ്റാണ്, അങ്ങനത്തെ ഒരു തോട്ട് വരണ്ടേ? അതിനു വേണ്ടിയാ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഏതായിരുന്നു? നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് ആ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മിസ് എഴുതാം, കാരണം അത് ആവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. സെറ്റ് അല്ലേ? അപ്പോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായത്? നമ്മൾ ഏതൊക്കെയാ പഠിച്ചിട്ടുണ്ടായത്? മിസ് ഇപ്പൊ പറഞ്ഞു ഏതൊക്കെയെന്ന്. എന്താ? ഒന്നെന്താ, നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് അല്ലേ? ആംപ്ലിറ്റ്യൂഡ്. പിന്നെന്താ? പീരീഡ് ഓർമ്മയില്ലേ? പീരീഡ്. പിന്നെ നമ്മളെന്താ? ഫ്രീക്വൻസി. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് അല്ലേ? ഫ്രീക്വൻസി. 4th വൺ എന്തായിരുന്നു? വേവ് ലെങ്ത് അല്ലേ? വേവ് ലെങ്ത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഓർമ്മയുണ്ടോ? ലാംഡ. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? വേവ് ലെങ്ത്. ആൻഡ് ദ ലാസ്റ്റ് വൺ എന്താ? നമ്മുടെ സ്പീഡ് ഓഫ് വേവ് ട്ടോ. സ്പീഡ് ഓഫ് വേവ്. ഈ 5 ടേംസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായത്. ഏതൊക്കെയാണ്? ആംപ്ലിറ്റ്യൂഡ്, പീരീഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് സ്പീഡ് ഓഫ് വേവ്. ഈ 5 ടേംസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മിസ് കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ ആ 5 സെക്ഷന്റെ കുറച്ച് റിലേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഇവർ തമ്മിൽ ബന്ധമുണ്ടോ, അത് ഇവരെല്ലാവരും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണോ, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാലോ, എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? ദ റിലേഷൻസ് ബിറ്റ്വീൻ സ്പീഡ്, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. അതിനൊക്കെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രീക്വൻസിന്റെ, അത് ഓരോ സെക്ഷൻസ് ആയിട്ട് പഠിക്കാം. അപ്പൊ ആദ്യം നമുക്ക് പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് പോയിട്ട് അങ്ങോട്ട് പഠിക്കാം കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ, ഇത് നോക്കേ. ഇത് ഒരു വേവ് ആണ്. എന്ന് വെച്ചാൽ 2 വേവ് ആണ്. പക്ഷെ രണ്ടും
രണ്ട് ആംപ്ലിറ്റ്യൂഡിലുള്ള വേവ് ആണ് അല്ലെ, രണ്ട് ആംപ്ലിറ്റ്യൂഡിലുള്ള വേവ് ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്ന ഫസ്റ്റ് ചോദ്യം എന്താണെന്നറിയോ? വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ വേവ്? എന്താണ് ഏത് വേവിന്റെയാ? 1.14 എന്റെ, അതായത് എന്റെ വേവ് ലെങ്ത് എത്രയെന്ന്. വേവ് ലെങ്ത് എത്രയെന്നാ മിസ് പറഞ്ഞുകൊണ്ടിരുന്നത്? അതായത് ഇങ്ങനെ പോയി, അപ്പൊ മിസ് ഈ പോയിന്റ് ആണ് ഇനീഷ്യൽ പോയിന്റ് ഇട്ടെടുത്ത, ഇങ്ങനെ പോയി ഈ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എത്രയാണോ അതാണല്ലേ അതിന്റെ വേവ് ലെങ്ത് എന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ എത്രയാ ഫസ്റ്റ് വേവിന്റെ? ഇത് എത്രയാ വേവ് ലെങ്ത്? എത്രയാ? 4 അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് അത് തന്നെ എടുക്കണം എന്നില്ല. ഇപ്പൊ എന്താ ഞാൻ നോക്കിയാൽ, ഞാൻ ഇവിടെ നിന്നാണ് എന്റെ ഇനീഷ്യൽ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിന്ന് അപ്പൊ എന്ത്, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ അപ്പൊ എത്ര? 1ഉം 5ഉം. അപ്പൊ 5 - 1 ഈക്വൽ ടു എന്താ? 4 അല്ലെ? അപ്പൊ അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം, അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷനിൽ തന്നെ ഇരിക്കണം അടുത്തതും എടുക്കണ്ടാവുണ്ട് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടി? ആംപ്ലിറ്റ്യൂഡ് എത്ര, സോറി വേവ് ലെങ്ത് എത്ര? 4 മീറ്റർ കേട്ടോ. ഇനി അടുത്ത, വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ വേവ് ഇൻ ഫിഗർ 1? ഇത് ബീന്റെ വേവ് ലെങ്ത് എത്രയാണ്? മിസ് എന്താ ആസ് യൂഷ്വൽ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് എടുത്തു, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടം വരും അല്ലേ? ആണല്ലേ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഈ പൊസിഷനിൽ നിന്നും ഈ പൊസിഷനിലേക്ക് എടുത്താലും മതി. അതായത് 1.5 അല്ലെ 3.5 - 1.5 എടുത്താലും മതി. ഓൾ അപ്പോൺ യു, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ കറക്റ്റ് ഒരു സൈക്കിളിൽ കറക്റ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2 അല്ലെ? സെക്കൻഡ് വേവിന്റെ വേവ് ലെങ്ത് എത്രയാ? 2 ആണ്. അപ്പൊ 2 മീറ്റർ. ഇനി if both the wave takes 1 second to travel a distance of 12 meter, what is the frequency of wavelength? അതായത് ഈ രണ്ട് വേവും എന്താണ്? രണ്ട് വേവ് ഒരു സെക്കൻഡിലാണ് ഈ 12 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തേക്കുന്നത്. എന്താണ് 12 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തേക്കുന്നത്? ഇതാണ് ഒരു സെക്കൻഡിലാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? If both the waves takes 1 second to travel a distance of 12 meter, what is the frequency of wavelength? എത്രയാണ് ഫ്രീക്വൻസി എന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ? വേണ്ട, ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ അല്ലേ? അപ്പോ എഫ് ഈക്വൽ ടു 1/p അല്ലേ? 1/p അല്ലേ? 1/p വെച്ച് നമ്മൾക്ക് നോക്കിയാലോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ, നമ്മൾ പിന്നെ ഫ്രീക്വൻസി മിസ് പറഞ്ഞായിരുന്നു. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/p ആണെന്ന് അറിയാം. അതെല്ലാം നമുക്കറിയാം. 1 സെക്കൻഡിൽ എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു അതൊക്കെ ഓക്കെ, സെറ്റ് ആണ്. അപ്പൊ അതേ നോക്കിയേ, ഇതിനകത്ത് എടുത്തു പറയേണ്ട, ഒരു സെക്കൻഡിലാണ് ഈ രണ്ട് വേവും. ഫസ്റ്റ് വേവിനെ കുറിച്ചാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തോന്നുന്നു. ഓക്കെ, ഫസ്റ്റ് വേവിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അത് നോക്കിയേ, ഇത് ഒരു സെക്കൻഡിലാണ് ഇത്രയും ട്രാവൽ ചെയ്തേക്കുന്നത്, ഈ 12 മീറ്റർ ട്രാവൽ ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഓക്കെ, നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ് ആണല്ലോ നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻസ്. അപ്പൊ അതേ നോക്കിയേ, ഇത് ഒരു ഓസിലേഷൻ, ഇത് 2 ഓസിലേഷൻ, ഇത് 3 ഓസിലേഷൻ അല്ലേ? അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് ഉണ്ട്? 3 ഓസിലേഷൻ. അതിനല്ലേ ഫ്രീക്വൻസി എന്ന് പറയാ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫ്രീക്വൻസി ഈക്വൽ ടു എന്താണ്? എഫ് ഈക്വൽ ടു 3 ഹെർട്സ് എന്ന് പറയാം. നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഒരു സെക്കൻഡിലാണ് ഈ വേവ് ട്രാവൽ ചെയ്യാന്നും പറഞ്ഞു. അപ്പൊ ഇതേ നോക്കി, ഒരു സെക്കൻഡിൽ അല്ല 1, 2, 3 ഈ 3 ഓസിലേഷൻസ് അല്ല ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്തത്. അതിനാണ് ഫ്രീക്വൻസി എന്ന് പറയാം. ഇനി അടുത്ത കേസിലും എന്താണ് ഫ്രീക്വൻസി എന്നാ ചോദിച്ചത്. അതിന് അടുത്ത വേവിലും നമുക്ക് നോക്കാം. ഇതെന്താ? 1, 2, 3, 4, 5 and 6. അതായത് ഇത് ഒരു സെക്കൻഡ് ആട്ടോ. ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നുണ്ട് ഈ 12 മീറ്റർ ട്രാവൽ ചെയ്യാനാണ് ഒരു സെക്കൻഡ് എടുത്തതെന്ന്. അപ്പോ നമ്പർ ഓഫ് ഓസിലേഷൻ ഇപ്പൊ നമ്മൾ എത്ര നോക്കിയത്? 6 അല്ലെ? അപ്പൊ അവിടുത്തെ ഫ്രീക്വൻസി എത്രയാ? 6 ഹെർട്സ് ആണ്. എന്താണ്? 6 ഹെർട്സ്. 6 ഹെർട്സ്. മനസ്സിലായില്ലേ? അപ്പോ ഫസ്റ്റ് വേവിന്റെ വേവ് ലെങ്ത് 4 ആണ്, ഫ്രീക്വൻസി 3 ആണ്. സെക്കൻഡ് വേവ് ലെങ്ത്തിന്റെ വേവ് ലെങ്ത് 2 ആണ്, ഫ്രീക്വൻസി 6 ആണ്. ഓക്കെ, വിച്ച് വേവ് ഹാസ് ലോങ്ങർ വേവ് ലെങ്ത്? ഏതിനാണ് ലോങ്ങർ വേവ് ലെങ്ത് ഉള്ളത്? ഏതിനാ? ഫസ്റ്റ് വേവിനല്ലേ ലോങ്ങർ വേവ് ലെങ്ത് ഉണ്ടാവുക. അപ്പൊ എന്താ? ഫിഗർ എ
അല്ലെ? വിച്ച് ഹാസ് എന്താ ഹയർ ഫ്രീക്വൻസി ഏതിനുള്ളത്? നമ്മളെ ഏറ്റവും കൂടുതൽ ഹയർ ഫ്രീക്വൻസി ഏതിനുള്ളത്? നമ്മുടെ ഫിഗർ ബിക്ക് അല്ലെ ഫ്രീക്വൻസി കൂടുതൽ ഉണ്ടായത്. അപ്പൊ ഫിഗർ ബി. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലെ? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി? അപ്പോ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ ഒന്ന് നോക്കിയേ. വേവ് ലെങ്ത് 4, ഇതിന്റെ വേവ് ലെങ്ത് 4, ഇതിന്റെ ഫ്രീക്വൻസി 3, ഇതിന്റെ വേവ് ലെങ്ത് 2, ഇതിന്റെ ഫ്രീക്വൻസി 6 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? അതായത് റിലേഷൻ നോക്കിയേ, നമ്മൾ ഈ കേസിൽ നോക്കിയേ, ഫിഗർ 1ന് അല്ല ഫിഗർ എക്ക് വേവ് ലെങ്ത് എന്തായിരുന്നു? കൂടുതലായിരുന്നു. പക്ഷെ ഫ്രീക്വൻസി എന്തായിരുന്നു? കുറവാണ് അല്ലെ? ഫ്രീക്വൻസി കുറവായിരുന്നു. അതേപോലെ തന്നെ സെക്കൻഡ് കേസിൽ, സെക്കൻഡ് ഫിഗറിൽ വേവ് ലെങ്ത് എത്രയാ? അല്ല ഫ്രീക്വൻസി എത്രയാ? ഫ്രീക്വൻസി കൂടുതലാണ്. പക്ഷെ അപ്പൊ വേവ് ലെങ്ത് എന്താണ്? വേവ് ലെങ്ത് എന്താ? കുറവാ അല്ലെ? അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഫ്രീക്വൻസി കൂടിയ വേവ് ലെങ്ത് കുറയും, അല്ലെങ്കിൽ വേവ് ലെങ്ത് കൂടിയ എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി കുറയും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ലാംഡ എന്ന് പറഞ്ഞൂടെ? ഇല്ലേ? പറയാൻ പാടില്ലേ? എന്താണ്? ഫ്രീക്വൻസി കൂടിയാൽ എന്ത് കുറയും? വേവ് ലെങ്ത് കുറയും. അല്ലെങ്കിൽ വേവ് ലെങ്ത് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി കൂടും. വേവ് ലെങ്ത് കൂടിയ ഫ്രീക്വൻസി ഓട്ടോമാറ്റിക്കലി എന്തോ സംഭവിക്കുന്നു? കുറയുന്നു. മനസ്സിലായല്ലോ? അതാണ് നമ്മൾ മിസ്റ്റർ റിലേഷൻ എന്ന് ആദ്യമേ പറഞ്ഞില്ലേ? അതാണ് when the speed is constant the frequency of wave is inversely proportional to the wavelength. അതായത് അവിടെ സ്പീഡ്, അതിന്റെ സ്പീഡ് എല്ലാം സെയിം ആയിരുന്നല്ലോ. അപ്പൊ എന്ത് ചെയ്തു? ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെ, ഫ്രീക്വൻസി അത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? വേവ് ലെങ്ത് കുറയുന്നു. അതേപോലെ വേവ് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി കുറയുന്നു. ഓക്കെ, കണ്ടോ? ഇമ്പോർട്ടൻ്റ് ആട്ടോ ഇത്. എന്താ? ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് റിലേഷൻ എന്താ പഠിച്ചത്? നമ്മുടെ ഫ്രീക്വൻസി വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ ആണ് കേട്ടോ നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായല്ലോ? അപ്പൊ എല്ലാവരും പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കാട്ടോ. അപ്പൊ നിങ്ങൾക്ക് മാറിപ്പോവരുതേ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ വേറൊരു പ്രോബ്ലം നോക്കാട്ടോ. വേറെ പ്രോബ്ലം നോക്കിയേ. ഇതൊരു ഗ്രാഫാണ്. ഓക്കെ, അതിനകത്ത് നോക്കിയേ, ഒരു വേവ് പോകുന്നു, ട്രാവൽ ചെയ്യുന്നു, അതൊക്കെ നമുക്ക് നോക്കുന്നു. ഇത് നിങ്ങൾക്ക് തരുന്നു. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാം. പ്രോബ്ലംസിൽ നിന്ന് നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ വേവ് ലെങ്ത്? ഇതിന്റെ വേവ് ലെങ്ത് എത്രയാ? വേവ് ലെങ്ത്? വേവ് ലെങ്ത് എന്ന് വെച്ചാൽ എത്രയാ? നമുക്ക് എത്ര പറയാം? 2 അല്ലേ? അതെ, ഇവിടെ നിന്ന് ഇത്രയും ട്രാവൽ ചെയ്യണേനാണല്ലോ നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയാം. എന്താണ്? ഇവിടെ നിന്ന് ഇത്രയും ട്രാവൽ ചെയ്യണേനാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയണ്ടാവുക. അത് എത്രയാ? 2 മീറ്റർ അല്ലേ? 2 മീറ്റർ. If the wave takes 1 seconds to reach A from O, what is the frequency? അതായത് ഓയിൽ നിന്നും എയിലേക്ക് എത്താൻ 1 സെക്കൻഡ് എടുത്തോളൂ ആ വേവ്. എന്താണ്? ഓയിൽ നിന്നും എയിലേക്ക് എത്താൻ ആ വേവ് 1 സെക്കൻഡ് എടുത്തോളൂ എങ്കിൽ അതിന്റെ വേവ് ലെങ്ത് എത്രയാ? മീൻസ് ഓൾറെഡി പറഞ്ഞല്ലേ, നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്സ് അല്ലേ? അപ്പൊ എന്താ? ഇങ്ങനെ പോയി ഇത് 1, അടുത്തെന്താ? 2, then 3. സെറ്റ് ആണല്ലോ. അപ്പൊ വേവ് ലെങ്ത് എത്രയാ? 3 അല്ലേ? അപ്പൊ എത്രയാ? നമുക്ക് എന്ത് പറയാം? ഫ്രീക്വൻസി ആണ്, വേവ് ലെങ്ത് അല്ല, ഫ്രീക്വൻസി ആണ്. 3 ഹെർട്സ് എന്ന് പറയാം. 3 ഹെർട്സ് എന്ന് പറയാം. ഈസ് ഇൻ ദ സ്പീഡ് ഓഫ് waves the distance traveled by in 1 second. What is the speed of the wave? അതായത് ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? സ്പീഡ് ഓഫ് വേവ് ആണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞേക്കുന്നത്. അതായത് ഇവിടെ 1 സെക്കൻഡിൽ എത്ര ദൂരം വേവ് ട്രാവൽ ചെയ്തു എന്നാണ് നമുക്ക് അറിയേണ്ട. അതാണല്ലോ സ്പീഡ് എന്ന് പറയുന്നത്. അത് നോക്കിയേ, ഈ വേവ് 1 സെക്കൻഡിലാണ് ഇത് ഇത്രയും എത്തിയതെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് 1 സെക്കൻഡിൽ നിന്നാണ് 0 to A എത്തിയത്. അപ്പൊ എത്ര ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തു? 6 മീറ്റർ ട്രാവൽ ചെയ്തല്ലേ? 6 മീറ്റർ ട്രാവൽ ചെയ്യാൻ എത്ര നേരം എടുത്തോളൂ? 1 സെക്കൻഡ് എടുത്തോളൂ. അപ്പൊ അവിടുത്തെ സ്പീഡ് എത്രയാ? 6 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? സ്പീഡ് ഈക്വൽ ടു 6 മീറ്റർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇത് ഇനിയത്തെ നോക്കിയേ, നമ്മുടെ വേവ് ലെങ്ത് 2 മീറ്റർ ആണ്, ഫ്രീക്വൻസി 3 ആണ്, ആൻഡ് സ്പീഡ് എന്താണ്? 6 മീറ്റർ ആണ്. ഇത് തമ്മിൽ നോക്കിയേ, എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിയേ. ഇല്ലേ?
അതായത് 3x2 ചെയ്യുമ്പോഴല്ലേ 6 കിട്ടുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് എന്ത് പറയാം? സ്പീഡ് ഈക്വൽ ടു എന്താണ്? സ്പീഡ് ഈക്വൽ ടു സ്പീഡ് ഓഫ് വേവ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മീൻസ് അത് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനത്തെ എഴുതാട്ടോ. സ്പീഡ് ഓഫ് വേവ് ഈക്വൽ ടു എന്താണ്? വേവ് ലെങ്ത് ഇൻറ്റു ഫ്രീക്വൻസി. എന്താണ്? വേവ് ലെങ്ത് ഇൻറ്റു ഫ്രീക്വൻസി. ഇത് നല്ല ഇമ്പോർട്ടന്റ് ആട്ടോ. അപ്പൊ സ്പീഡ് ഓഫ് വേവിനെ നമുക്ക് എന്താ പറയാം? ബി എന്ന് പറയാം. ബി ഈക്വൽ ടു എന്താ? വേവ് ലെങ്ത് എന്താ? ലാംഡ ഇൻറ്റു ഫ്രീക്വൻസി. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു? സെക്കൻഡ് റിലേഷൻ പഠിച്ചല്ലേ? അതായത് സ്പീഡും ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ ആണല്ലേ നമ്മൾ നോക്കിയിട്ടുണ്ടായത്. അപ്പൊ അതേ നോക്കിയേ. ഓക്കെ, നമ്മളപ്പോ അവിടെ എത്തിയല്ലേ? നമ്മളപ്പോ ഈ കേസിൽ നിന്ന് മനസ്സിലായില്ലേ? 3 × 2 ചെയ്തപ്പോഴാണ് 6 കിട്ടുക അല്ലേ? അപ്പൊ അതേ നോക്കിയേ. സ്പീഡ് ഓഫ് വേവ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ഇത് നല്ല ഇമ്പോർട്ടന്റ് ആട്ടോ. ഇതും നല്ല ഇമ്പോർട്ടന്റ്. എക്സാമിന് ഇത് ഓറിയന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങളെ ഷുവർ ആണ്, നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പൊ എന്തായാലും ഇത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ആൻഡ് ഓൾസോ പഠിക്കാൻ വേണം കേട്ടോ. അപ്പൊ നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ചെയ്യാനായിട്ട് ഇതാണ് ഗ്രാഫ്. അതായത് നമ്മുടെ ഗ്രാഫ് വന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ഗ്രാഫാണ് തന്നേക്കുന്നത്. അപ്പൊ ഇത് നോക്കിയേ. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗ്രാഫിൽ എന്തൊക്കെയാണ്, ഗ്രാഫിന്റെ എക്സ് ആക്സിസും വൈ ആക്സിസും എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ആൻഡ് ഓൾസോ അവിടുത്തെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം കേട്ടോ പഠിക്കാൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the state of particle in a wave at a particle time is depicted in the figure. പാർട്ടിക്കിളിന്റെ ഡിസ്റ്റൻസ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. ഒരു സ്റ്റേറ്റ്. ഹൗ മെനി ക്രസ്റ്റസ് ആർ ദർ ഇൻ ദ ഫിഗർ? എത്ര ക്രസ്റ്റ് ഉണ്ട്? ക്രസ്റ്റ് ഏതാന്ന് മനസ്സിലായല്ലോ. ഇതാണ് ഈ മുകളിലേക്ക് ഉള്ളതാണ് എന്ത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. അത് എത്ര ഉണ്ട്? 1 2 3 അല്ലേ? എത്ര ക്രസ്റ്റ് ഉണ്ട്? 3 ക്രസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതാണ് 3. ഹൗ മെനി ട്രഫ് ഉണ്ട്? ട്രഫ് എത്ര ഉണ്ട്? 1 2 3 അല്ലേ? എത്ര ട്രഫ് ഉണ്ട്? 3 ട്രഫ് ഉണ്ട് അല്ലേ? ഇപ്പൊ നമുക്ക് എത്ര അറിയാം? 3 ട്രഫ് ഉണ്ട്. വാട്ട് ഈസ് ദ വേവ് ലെങ്ത്? വേവ് ലെങ്ത് എത്രയാ? സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ എത്രയുണ്ട്? ഒരൊറ്റ സൈക്കിൾ. മിസ് എപ്പോഴും ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയാ, അത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. എവിടെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്ന് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ അടുത്തതും എടുത്താൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പൊ അതേത് നോക്കിയേ. മിസ് നല്ല ഇട്ടുവെട്ട് കളറിൽ എഴുതാം അല്ലേ? ഓക്കെ, അപ്പൊ അതേ ഇതാണെന്ത്? ഒരു വേവ് ലെങ്ത് കേട്ടോ. അപ്പൊ അത് എത്രയാ? 8 മീറ്റർ അല്ലെ? എന്താണ്? 8 മീറ്റർ ആണ്. ഇപ്പൊ നമുക്ക് എത്ര അറിയാം? 8 മീറ്റർ. സെറ്റ് അല്ലേ? അപ്പൊ നമ്മളിപ്പോ ക്രസ്റ്റും ട്രഫും വേവ് ലെങ്ത് ഒക്കെ നോക്കിട്ടോ. അപ്പൊ എക്സാമിന് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോ എന്താ ഗ്രാഫ് ചിലപ്പോ ഇങ്ങനെയൊക്കെ തരും. നമുക്ക് എന്താ ആംപ്ലിറ്റ്യൂഡും വേവ് ലെങ്ത്തും ഫ്രീക്വൻസി ഒക്കെ തന്നിട്ട് ചിലപ്പോ ഗ്രാഫ് വരക്കാൻ പറയും. അല്ലെങ്കിൽ എന്താ ഗ്രാഫിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഇത്ര നേരം നോക്കിയ പോലെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസി ഒക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസും വരും കേട്ടോ. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിച്ച് വേണം എഴുതാൻ കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ if the frequency of a longitudinal wave travel at a speed of 350 meters in the air is 35 hertz, what is the distance between two consecutive compression of this wave? അതായത് എന്താ നമ്മുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എത്ര? ഫ്രീക്വൻസി ഓഫ് ദ ലോങ്റ്റിറ്റ്യൂഡിനൽ വേവ് ആട്ടോ. ലോങ്റ്റിറ്റ്യൂഡിനൽ വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 350 ആണ്. 350 മീറ്റർ പെർ സെക്കൻഡ്സ് ആണ്. 350 മീറ്റർ പെർ സെക്കൻഡ്സ് ആണ്. അപ്പൊ അതിന്റെ സ്പീഡ് ആണ് 350 മീറ്റർ പെർ സെക്കൻഡ്സ്. ആൻഡ് ദ ഫ്രീക്വൻസി എന്താ? 35 മീറ്റർ ആണ്. എന്താണ്? 35 മീറ്റർ ആണ്. അപ്പൊ എന്താ 350 മീറ്റർ പെർ സെക്കൻഡ്സ് ആണ് അതിന്റെ സ്പീഡും 35 ഹെർട്സ് ആണ് അതിന്റെ ഫ്രീക്വൻസി. ഇനി നമ്മളോടുള്ള ചോദ്യം, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കംപ്രഷൻ ഓഫ് ദിസ് വേവ്? ടു കോൺസിക്യൂട്ടീവ് കംപ്രഷൻ ഓഫ് ദിസ് വേവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 2 കംപ്രഷൻസ്. നമുക്കറിയാം ഒരു ലോങ്റ്റിറ്റ്യൂഡിനൽ വേവിന്റെ കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്രഷൻ ഇങ്ങനെ പോയിട്ട്
പിന്നെ എന്താ കുറച്ച് ഗ്യാപ്പ് ഇട്ട് റെയർ ഫ്രാക്ഷൻ, പിന്നെ ഇങ്ങനെ പോകും അല്ലേ. ഇതാണ് നമുക്കറിയാം, ഇതാണ് കംപ്രഷൻ, റെയർ ഫ്രാക്ഷൻ, കംപ്രഷൻ. അപ്പൊ നമ്മളോട് ചോദിച്ചെങ്ങനെ ഈ രണ്ട് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ശരിക്കും അത് എന്താണ്, നമ്മുടെ വേവ് ലെങ്ത് അല്ലേ കണ്ടുപിടിക്കാൻ പറയുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് വേവ് ലെങ്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനൊക്കെ വരില്ല. നമ്മളോട് ചോദിക്കും ഇങ്ങനത്തെ രണ്ട് കംപ്രഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര, അല്ലെങ്കിൽ രണ്ട് റെയർ ഫ്രാക്ഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര, അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കേണ്ടാവുക. അല്ലെങ്കിൽ ഒരു കംപ്രഷനും റെയർ ഫ്രാക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ വേവ് ലെങ്ത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പൊ ഇവിടത്തെ ചോദ്യം എന്താ, എക്സാക്ട് രണ്ട് കംപ്രഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതേ നോക്കിയേ, അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ, നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ആദ്യം എടുത്ത് എഴുതണം. അപ്പൊ എന്ത് തന്നിട്ടുണ്ട്, വി തന്നിട്ടില്ലേ, വി എത്രയാ 350 മീറ്റർ പെർ സെക്കൻഡ്. എന്താണ് 350 മീറ്റർ പെർ സെക്കൻഡ്. അടുത്തെന്താ, ഫ്രീക്വൻസി എന്താ 35 ഹെർട്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണല്ലേ. വേവ് ലെങ്ത് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ്, നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ, സ്പീഡ് ഓഫ് വേവ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ, അതായത് വേവ് ലെങ്ത് എന്ന് പറയാം. അതിനകത്ത് വേവ് ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അത് ഒരു സൈഡിൽ വെക്കാം, ബാക്കിയൊക്കെ ഒരുമിച്ച് വരാം. അപ്പൊ ഫ്രീക്വൻസി ഇങ്ങോട്ടേക്ക് പോകുമ്പോ V/F അല്ലേ. ഓക്കെ, അപ്പൊ ലാംഡ ഈക്വൽ ടു V/F വരെ നമ്മൾ എത്തി. അപ്പൊ വി എത്രയാ, നമ്മൾ എത്ര 350 ഡിവൈഡഡ് ബൈ എന്താ 35 അല്ലേ. എത്രയാ 350 ഡിവൈഡഡ് ബൈ 35 എത്രയാ, ഓഫ് കോഴ്സ് ഇതെന്താ 10 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ, ലാംഡ ഈക്വൽ ടു എന്താ 10 മീറ്റർ. സെറ്റ് അല്ലേ, ഈസി ആയിട്ട് കിട്ടിയല്ലേ, നമുക്ക് ലാംഡയുടെ വാല്യൂ ഈസി ആയിട്ട് കിട്ടി. ഇനി അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് 10 മീറ്റർ. വാട്ട് അബൌട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് റെയർ ഫ്രാക്ഷൻ. അപ്പൊ അവർ ആദ്യം ചോദിച്ചത് ടു കോൺസിക്യൂട്ടീവ് കംപ്രഷനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പൊ റെയർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയല്ലേ, അതായത് ഇങ്ങനെ ഇനി അടുത്തുള്ളതാണ് എന്ത്, കംപ്രഷൻ, പിന്നെ റെയർ ഫ്രാക്ഷൻ, പിന്നെ കംപ്രഷൻ, പിന്നെ റെയർ ഫ്രാക്ഷൻ അല്ലേ. അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 നമ്മൾ പറഞ്ഞു. ആൻഡ് ഓൾസോ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും 10 മീറ്റർ അല്ലേ. കാരണം എന്താ, വേവ് ലെങ്ത്തിന് മാറ്റം ഉണ്ടോ, വേവ് ലെങ്ത് മാറ്റം വരുത്തോ, ഇല്ല, വേവ് ലെങ്ത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ രണ്ട് കംപ്രഷൻ തമ്മിലുള്ള ആ സെയിം ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും എന്ത്, രണ്ട് റെയർ ഫ്രാക്ഷനും തമ്മിൽ ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് പറയാം, അപ്പൊ നമുക്ക് ഇതെന്ത് പറയാം, നമുക്ക് 10 മീറ്റർ എന്ന് പറഞ്ഞൂടെ. ഇതെന്താ 10 മീറ്റർ ട്ടോ, എന്താണ് ഇതെന്താ 10 മീറ്റർ. അപ്പൊ അങ്ങനെ ഞാൻ മിസ് എടുത്ത് പറയാ, രണ്ട് കംപ്രഷൻസ് എന്നൊക്കെ ചോദിക്കുമ്പോ അയ്യോ കംപ്രഷൻ അത് എന്താന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പൊ അങ്ങനത്തെയൊക്കെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളപ്പോ പാനിക് ആവാണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ രണ്ട് കംപ്രഷൻ എന്ന് ചോദിച്ചാൽ അതെന്താ വേവ് ലെങ്ത് അല്ല, മിസ് ഓൾറെഡി പറഞ്ഞു തന്നല്ലേ. രണ്ട് കംപ്രഷൻസോ അല്ലെ രണ്ട് റെയർ ഫ്രാക്ഷൻസോ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്ത് പറയാം, നമ്മുടെ വേവ് ലെങ്ത് എന്ന് പറയാം അല്ലെ. ഇനി നമ്മൾ ഇതിപ്പോ ലോങ്ങിറ്റ്യൂഡിനൽ വേവിന്റെ കേസാണ്. ഇനി ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസിലാണെങ്കിൽ ഒരു ക്രസ്റ്റും ട്രഫും കൂടി ചേരുമ്പോൾ എത്രയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രാഫ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, ക്രസ്റ്റും ട്രഫും കൂടി ചേരുന്നത് എന്താണ്, വേവ് ലെങ്ത് ആണ്. അല്ലെങ്കിൽ ഒരു ക്രസ്റ്റിന്റെ പകുതിയും വേറൊരു ക്രസ്റ്റിന്റെ പകുതിയും കൂടിയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അങ്ങനത്തെയൊക്കെ ചോദ്യം നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യാനുള്ളതാണ്. അപ്പൊ ആ എക്സ്പെക്ട് ചെയ്യുക. അപ്പൊ അതിന്റെ അർത്ഥം അതൊക്കെ എന്താ, വേവ് ലെങ്ത് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പൊ ഇതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തായാലും ഇട്ടിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ, സെറ്റ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A sound wave with a frequency of 175 Hz has a wavelength of 2 meter. Calculate the speed of sound. Direct question ആ. നിങ്ങളോട് സ്പീഡ് ഓഫ് സൗണ്ട് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാലോ സ്പീഡ് ഓഫ് സൗണ്ടിന്റെ ഇക്വേഷൻ. അപ്പൊ മിസ് ഇപ്പൊ പറയുമ്പോഴേക്കും എല്ലാവരും എന്ത് ചെയ്യാ, മിസ്സിന്റെ കൂടെ ഒരുമിച്ച് എഴുതാട്ടോ. അപ്പൊ ഒരുമിച്ച് എഴുതിയാൽ നിങ്ങൾക്ക് എന്താ ഈസി ആയിട്ട് കിട്ടൂട്ടോ. അപ്പൊ എന്താ സ്പീഡ്. അപ്പൊ നമുക്ക് മിസ് എടുത്തെടുത്ത് പറയാം. നമ്മൾ എന്തായാലും ഇങ്ങനെ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഓരോ ടേംസും എന്ത് ചെയ്യണം,
എന്താ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് ഏതാണ് അതെടുത്ത് എഴുതാം. ആൻഡ് ഓൾസോ നമുക്ക് അത് റിലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ ഏതാ അതും എഴുതാം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഫ്രീക്വൻസി എഫ് എത്രയാ 175 ഹെർട്സ് 175 ഹെർട്സ് ആണ്. ആൻഡ് ഓൾസോ വേവ് ലെങ്ത് എത്രയാ, ലാംഡ ആണല്ലേ, ലാംഡ ഈക്വൽ ടു 2 മീറ്റർ. എന്താണ് ലാംഡ ഈക്വൽ ടു 2 മീറ്റർ? എന്താ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, വേവ് ലെങ്ത് സ്പീഡല്ലേ കണ്ടുപിടിക്കേണ്ടത്. സ്പീഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു മിസ് പറഞ്ഞിട്ടുണ്ടായത്, v ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ അല്ലേ. ഓക്കെ, എഫ് എത്രയാ 175 ഇൻറ്റു 2 എത്രയാ 175. വേഗം എന്ത് ചെയ്ത് 175 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 10 14 15 350 അല്ലേ. എത്രയാ 350 മീറ്റർ പെർ സെക്കൻഡ്. അതിനും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. മിസ് എല്ലാ സെക്ഷനിലും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പറയണതാണ്. അതും പിന്നെ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ചിലപ്പോൾ ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിക്കും, പക്കയാക്കും, പേപ്പർ കൊടുക്കും, പിന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുമ്പോഴേക്കും അയ്യോ നമ്മൾ യൂണിറ്റ് എഴുതിയോ എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ചിലർ അതുപോലും ചിന്തിക്കില്ല. അത് നിങ്ങൾ കുറ്റം പറയാൻ പറ്റില്ല, നിങ്ങൾ വിട്ടു പോണതാണ്. കാരണം അപ്പൊ സ്ട്രെസ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ എക്സാം എഴുതുമ്പോൾ ഓരോ പ്രോബ്ലംസ്, അത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഇഫ് യു ആർ ഡൂയിങ് എ പ്രോബ്ലം, എന്താണ് നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, യൂണിറ്റ്സ് എഴുതണം. അത് കമ്പൽസറി ആണ്. ആൻഡ് ഓൾസോ അതിന് മാർക്കും പോകും. ഓക്കെ, നമ്മളായിട്ട് എന്തിനാണ് നമുക്ക് അറിയണ കാര്യങ്ങൾ തന്നെ തട്ടിക്കളയുന്നത്. അറിയാത്തതാണെങ്കിൽ പൊട്ടേന്ന് വെക്കാം, പക്ഷെ അറിയണതാണെങ്കിൽ നമ്മൾ ഒരു റിഗ്രറ്റ് അടിക്കും അല്ലെ. അപ്പൊ ആ റിഗ്രറ്റ് വേണ്ടെന്ന് വെക്കാൻ വേണ്ടിയാ മിസ് പറയും കേട്ടോ. അപ്പൊ എന്താണ് 350 മീറ്റർ പെർ സെക്കൻഡ് ആട്ടോ. സെറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോണത് എന്താന്ന് പറയട്ടെ. എന്താണ് നമ്മുടെ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ്. എന്താണ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞ സെക്ഷൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം എന്താ പഠിച്ചുകൊണ്ടിരുന്നത്, റിലേഷൻ ബിറ്റ്വീൻ സ്പീഡ്, വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി അല്ലെ. ആദ്യം നമ്മൾ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ നോക്കി. ഇപ്പൊ നമ്മൾ എന്താ സ്പീഡും വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ നോക്കിയല്ലേ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞ ഒരു പോർഷൻ ആണ്. സിമ്പിൾ ആണ്. മിസ് ഇതായിട്ട് പറയാം. നിങ്ങൾ എന്ത് ചെയ്യാ, ഒരു മിറർ എടുക്കാം. ഒരു മിറർ വെക്കാം. മിറർ ഇങ്ങനെ വെക്കാം. എന്നിട്ട് എന്ത് ചെയ്തു മിസ്, എന്ത് ചെയ്തു, ഒരു പൈപ്പിലേക്ക് ഒരു ബെല്ലോ വേണ്ട, ഒരു നമ്മുടെ ടൈം പീസ് നിങ്ങൾക്ക് അറിയില്ലേ, ആ ടൈം പീസ് നമ്മൾ രാവിലെ നമ്മൾ കുത്തിപ്പൊക്കാൻ യൂസ് ചെയ്യും. ഇപ്പൊ എല്ലാവർക്കും ഫോൺ ഉണ്ട്, ഫോണിൽ അലാറം വെക്കും. സ്റ്റിൽ മിസ് പറയാ ടൈം പീസ് ഉണ്ടല്ലേ, ആ ടൈം പീസ് വെക്കാം. അപ്പൊ മിസ് ഇവിടെ ഇതാണ് മിറർ എന്ന് വിചാരിക്കേ. ഇവിടെ ഞാൻ ടൈം പീസ് വെച്ചു, അതിനൊരു പൈപ്പ്, ആ ടൈം പീസിന്റെ അടുത്ത് തന്നെ എന്ത് വെച്ചു, ഒരു PVC പൈപ്പ്, എന്തെങ്കിലും പൈപ്പ് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു മിസ്, വേറൊരു പൈപ്പ് എടുത്ത് മിസ്സിന്റെ ചെവിയിലേക്ക് ഇങ്ങനെ വെച്ചു അല്ലെ, ഇങ്ങനെ അടുത്ത് വെച്ചു. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മൾ സൗണ്ട് എന്ത് ചെയ്യും, കേൾക്കും അല്ലെ. കാരണം എന്താ, അതെന്ത് ചെയ്യും, അവിടെ നിന്ന് തട്ടി ഇതെന്ത് ചെയ്യും, ആ ടൈം പീസ് എൻ്റെ സൗണ്ട് എന്ത് ചെയ്യും, ആ പൈപ്പിൽ കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്ത് മിററിൽ തട്ടി തിരിച്ച് അതേ ഇതിൽ തന്നെ മിസ്സിന് എന്ത് ചെയ്യും, ചെവിയിൽ കേൾക്കാൻ പറ്റും അല്ലെ. വേണമെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എന്താ, മൾട്ടിപ്പിൾ ടൈം എന്ത് ചെയ്യും, ആ പൈപ്പിൽ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോലെ. അപ്പൊ എന്താ, റിഫ്ലക്ഷൻ ആലേ നടക്കുക. അതായത് ഇതൊരു മിററാ വെച്ചേക്കെന്ന് വിചാരിക്കൂ. ഇതൊരു മിററാണ്. ഇവിടെ എന്ത് ചെയ്തു, ഞാനൊരു ടൈം പീസ് വെച്ചു. ടൈം പീസ് ഇതെന്റെ ടൈം പീസ് ആട്ടോ, നിങ്ങൾ ആരും തെറ്റായിരിക്കരുത്. ഇതൊരു മൗസിനെ പോലെ ഇതിനെ പോലെ ഇരിക്കേണ്ട, ഡസന്റ് മാറ്റർ. ഇവിടെ പ്രസക്തി ഇല്ല. നിങ്ങൾ എന്ത് പഠിക്കുന്നു അതിനാണ് പ്രസക്തി. ഓക്കെ. അപ്പൊ അതേ ടൈം പീസ് ഇങ്ങനെ വെച്ചു. ഞാൻ എന്ത് ചെയ്തു, ഒരു പൈപ്പ് കണക്ട് ചെയ്തു. പൈപ്പ് ഓക്കെ അതിൻ്റെ അടുത്ത് വെച്ചു. ആൻഡ് ഓൾസോ വേറൊരു പൈപ്പ് എടുത്തു. അതെന്ത് ചെയ്തു, മിസ് ഇവിടെ ഇരിക്കുക, മിസ്സിന്റെ ചെവിൻ്റെ അടുത്തേക്ക് വെച്ചു. ഓക്കെ, അഫ്കോഴ്സ് എന്ത് ചെയ്യും, ഇതെന്ത് ചെയ്യും, ഈ ഇവിടെ വന്ന സൗണ്ട് ഇല്ലേ, ഇതിൽ വന്ന് പ്രൊഡ്യൂസ് ചെയ്ത സൗണ്ട് ഇല്ലേ,
ആ സൗണ്ട് എന്ത് ഇവിടെ നിന്ന് ബെല്ലടിക്കുന്നു, 10 മണി എന്ന് പറഞ്ഞടിക്കുന്നു. എന്ത് സംഭവിക്കുന്നു? അതിങ്ങനെ തട്ടി 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 ഇങ്ങനെ പോയി അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഇങ്ങനെ തട്ടി 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 മിസ്സിന്റെ ചെവിയിൽ വന്ന് നിൽക്കൂട്ടോ. അപ്പോൾ ഒരു സ്മൂത്ത് സർഫേസ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യുന്നു? റിഫ്ലക്ഷൻ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതേ സ്മൂത്ത്നെസ്സോടെ എന്ത് ചെയ്യുന്നു? തിരിച്ചു വരുന്നു അല്ലേ? അപ്പൊ അതേ നോക്കിയാൽ മിസ് അതിന്റെ ഒരു ഫിഗർ വേറെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി. ഇത് കണ്ടോ? അപ്പോ ഇതൊരു റഫ് ഫിഗറാ, മിസ് പറഞ്ഞത് കേട്ടാ മതി കേട്ടോ. ഓക്കെ, അപ്പൊ when a sound waves hit a hard and smooth surface, part of the sound energy bounce back towards the source. This is reflection. കണ്ടോ? റിഫ്ലക്ഷൻ എന്താ നോക്കിയേ? when a sound wave hits on a hard and smooth surface, part of the sound energy bounce back towards the source. അതായത് ഒരു സൗണ്ട് വേവ്സ് നമുക്കറിയാം, സൗണ്ട് ഒരു വേവ് ആണെന്ന് പറയാം. ആ വേവ് ഒരു ഹാർഡ് ആൻഡ് സ്മൂത്ത് സർഫസിൽ വന്ന് തട്ടുക, അതായത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ വന്ന് തട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ സൗണ്ട് എനർജി എന്ത് ചെയ്യുന്നു? ബൗൺസ് ബാക്ക് ചെയ്യുന്നു. അതായത് തിരിച്ച് വന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ തിരിച്ച് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യുന്നു. അതിന് എന്താ പറയാ? റിഫ്ലക്ഷൻ എന്നാട്ടോ പറയണുണ്ടാവുക. ഓക്കെ, sound gets reflection at a surface of solid or liquid and follows the law of reflection. അതായത് നമ്മുടെ സൗണ്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ടല്ലോ. റിഫ്ലക്ട് ചെയ്ത് പോണില്ലേ? ഓരോ നമ്മുടെ വാട്ടറിൽ കൂടി റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ലിക്വിഡ്സിലൊക്കെ എന്താ സൗണ്ട് വേവ് ട്രാവൽസ് ചെയ്യുന്നുണ്ട്. അതിനൊരു ലോ ഉണ്ട്. ആ ലോ പ്രകാരമായിരിക്കും നമ്മുടെ സൗണ്ട് വേവ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവുക. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. മിസ് പറഞ്ഞായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? ഈ കേസിൽ നോക്കിയില്ലേ? അതായത് ഒരു പർട്ടിക്കുലർ ആംഗിൾ, അതായത് ഇവിടെ വന്ന് വീഴണ ആംഗിളും ഇവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ആംഗിളും എപ്പോഴും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതായത് ഇവിടെ വന്ന് വീഴുന്ന ആംഗിളും, അതായത് ആ വന്ന് വീഴുന്ന ആംഗിളിന് നമ്മൾ എന്താ പറയാ? ഇൻസിഡന്റ് റേ എന്നാണ് പറയാ. ആൻഡ് ഓൾസോ അവിടെ നിന്ന് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്ന ആംഗിളിന് എന്താ പറയാ? റിഫ്ലക്റ്റഡ് ആംഗിൾ. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡന്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എപ്പോഴും എന്തായിരിക്കണം? ഈക്വൽ ആയാലാണ് നമുക്ക് ഈസി ആയിട്ട് കിട്ടോട്ടോ. അപ്പൊ നമുക്ക് കറക്റ്റ് റിഫ്ലക്ഷൻ, കറക്റ്റ് നമ്മൾ എന്താ പ്രൊഡ്യൂസ് ചെയ്ത സൗണ്ട് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടൂട്ടോ. പിന്നെ ഇനി അടുത്തത് എന്താണ്? ദ ഇൻസിഡന്റ് റേ, ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡന്റ് ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. അതായത് നമ്മളിപ്പോൾ മിററിന്റെ കേസിലാണെങ്കിൽ നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഇതൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, അതായത് ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലൈൻ എന്താണ്? നോർമൽ എന്ന് പറയാട്ടോ. ആ നോർമൽ, അതായത് ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലൊക്കെ ഇമാജിനറി ലൈൻ ആണ്. സ്റ്റിൽ അത് നമ്മൾ ആംഗിൾ നോക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. ഇതാണ് ഇൻസിഡന്റ് റേന്റെ ആംഗിൾ, അത് I. ഇത് റിഫ്ലക്റ്റഡ് റേ R. അപ്പോൾ ഇത് തമ്മിലുള്ള ഇതെല്ലാവരും എന്ത് ചെയ്യണം? ഒരു സെയിം പ്ലെയിനിലായിരിക്കണം. അതായത് എല്ലാം വന്ന് റിഫ്ലക്ട് ചെയ്യേണ്ടതുണ്ടാവുക ഒരു സെയിം പ്ലെയിനിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുത്താൽ അതേ സൗണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ടായിട്ട് കിട്ടും കേട്ടോ. സെറ്റ് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് റിഫ്ലക്ഷന്റെ ലോ എന്ന് പറയേണ്ടത്. ഈ ലോ പ്രകാരമാണ് നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുക? നമ്മുടെ സൗണ്ടിന് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുണ്ടാവും കേട്ടോ. സെറ്റ് അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? അപ്പൊ നമ്മൾ റിഫ്ലക്ഷൻസ് എന്താണെന്ന് നോക്കിയല്ലേ? അപ്പൊ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമുണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. മിസ് അത് പറഞ്ഞുതരാം. നമ്മളെ സൗണ്ട് വേവ്സ് റിഫ്ലക്ട് ചെയ്താൽ വരിക. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ മിസ് ആ വരച്ച ഇതുപോലെ തന്നെ ഇങ്ങനെ അടുത്ത് വെക്കുമ്പോൾ നമ്മൾ നല്ലതായിട്ട് കേൾക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സ്ഫടികം സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ മോഹൻലാൽ കുട്ടിയായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു എന്തോ കൂടി സംസാരിക്കുമ്പോൾ അത് എന്ത് ചെയ്യും? അത് അവിടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ചെവിയിൽ വരെയും കേൾക്കുക അല്ലേ? അപ്പൊ അതിലൊക്കെ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു പ്രക്രിയ തന്നെയാണ് നടക്കുന്നുണ്ടാവുക. അപ്പൊ അത് നോക്കിയാൽ സ്മൂത്ത് സർഫേസ് റിഫ്ലക്ട് സൗണ്ട് മോർ എഫക്റ്റീവ് ദാൻ റഫ് സർഫേസ്. ഇപ്പൊ മിസ് പറഞ്ഞു അവിടെ ഒരു നമ്മൾ മിററാ വെച്ചിട്ടുണ്ടായത്, അതിന് പകരം എന്തെങ്കിലും റഫ് സർഫേസ് ആണ് മിസ് വെച്ചിരിക്കണമെങ്കിലോ അത് റിഫ്ലക്ഷൻ അത്ര ഉണ്ടാവില്ല. കാരണം എന്താ? ഒരു റഫ് ഫിഗർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സർഫേസ് ആണ്. ഇങ്ങനത്തെ ഒരു സർഫേസിൽ വന്ന് ലൈറ്റ് അല്ല സൗണ്ട് വന്ന് വീഴുമ്പോൾ കണ്ടോ, അത് കറക്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ എന്ന് വെച്ചാൽ വന്ന് വീഴുന്നത് ഇങ്ങനെയാണെങ്കിലും നമ്മൾ ഔട്ട്പുട്ട് പോണ സൗണ്ട് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതായത് സൗണ്ട് സ്മൂത്ത് സർഫേസിൽ അല്ലെങ്കിൽ. അപ്പോൾ എപ്പോഴും സ്മൂത്ത് സർഫേസിലാണെങ്കിൽ നല്ല രീതിക്ക് ഔട്ട്പുട്ട് കിട്ടും. പക്ഷെ റഫ് സർഫേസിലാണെങ്കിൽ ഔട്ട്പുട്ട് കുറവായിരിക്കും കേട്ടോ. മനസ്സിലായല്ലോ?
ഓക്കെ, അപ്പോൾ നമ്മള് റിഫ്ലക്ഷനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ നമ്മൾ സ്മൂത്ത് സർഫേസിലാണ് കൂടുതൽ റിഫ്ലക്ഷൻസ് നല്ല രീതിക്ക് കിട്ടാന്ന് പറഞ്ഞു. പക്ഷെ ഒരു റഫ് സർഫേസിലാണെങ്കിൽ എന്താകും, നല്ലത് കിട്ടില്ല അല്ലെ, നല്ല രീതിക്ക് നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. അത് മീൻസ് നല്ല വൃത്തിയാക്കി പറഞ്ഞു തന്നു കേട്ടോ. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോണത് നമ്മുടെ ഈ ഓഡിറ്റോറിയം ഒക്കെ, നിങ്ങളുടെ സ്കൂളിലൊക്കെ ഓഡിറ്റോറിയം ഉണ്ടാവില്ലേ? നിങ്ങളൊക്കെ അടിപൊളി ഓഡിറ്റോറിയം ഒക്കെ അല്ലെ, ആനുവൽ ഡേ ഒക്കെ അടിച്ചു പൊളിക്കാറില്ലേ നിങ്ങള്? ഓക്കെ, അപ്പൊ അവിടെയൊക്കെ ആ റൂഫിനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, നല്ല കേർവ്ഡ് സർഫേസ് ആയിരിക്കും. അതായത് കേർവ്ഡ് സർഫേസ് ആയിട്ടുള്ള റൂഫായിരിക്കും. അതെന്തുകൊണ്ടാന്ന് മനസ്സിലായോ? അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് റിഫ്ലക്ട് ചെയ്ത് അതായത് സൗണ്ട് വന്ന് തട്ടുന്നു, അതേ സ്പീഡിൽ തന്നെ എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു കേട്ടോ. എന്താണ്, ലൈറ്റ് വന്ന് തട്ടുന്നു, അതേ സ്പീഡിൽ തന്നെ റിഫ്ലക്ഷനും സംഭവിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മളെ സർഫേസ് നല്ല സ്മൂത്ത് ആണെങ്കിൽ എന്തായിരുന്നു, റിഫ്ലക്ഷനും അതേ സ്പീഡിൽ തന്നെ നടക്കും. അതേസമയം കർവ്ഡ് സർഫേസ് അല്ലാത്ത കേസ്, നമ്മൾ ചില ഓഡിറ്റോറിയത്തിലൊക്കെ അല്ല കർവ്ഡ് സർഫേസ് അല്ലെങ്കിൽ പോലും കർവ്ഡ് സർഫേസ് ആകുമ്പോൾ എഫിഷ്യൻസി നല്ല രീതിക്ക് കൂടും. അപ്പൊ നിങ്ങൾ എറണാകുളംകാർക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മുടെ ദർബാർ ഹാൾ അല്ലേ നമ്മുടെ എറണാകുളത്ത് നല്ലൊരു വലിയൊരു ഇതുണ്ട്. അവിടെയൊക്കെ മിക്കപ്പോഴും ഇപ്പൊ ക്രിസ്മസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ എന്തായാലും അടിച്ചു പൊളിയായിരിക്കും. ഓരോ ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നു, നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഒക്കെ വരുന്നു, പാട്ട് ഡാൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്താ, അവിടെ നോക്കിയാൽ അറിയാം നല്ല കർവ്ഡ് ആയിട്ടുള്ള ഒരു സീലിംഗ് ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ നോക്കിയാൽ ലൈറ്റ് നമ്മൾ പാടുന്ന പാട്ടായിക്കോട്ടെ എന്തായിക്കോട്ടെ നല്ല രീതിക്ക് വന്ന് ആ മേളിൽ പോയി തട്ടി തിരിച്ച് അടിപൊളിയായിട്ട് റിഫ്ലക്ട് ചെയ്യും കേട്ടോ. അപ്പൊ അതേ നോക്കിയേ, കണ്ടോ റിഫ്ലക്ഷൻ നല്ല രീതിക്ക് ഉണ്ടാവില്ലേ? ഇവിടെ വന്ന് തട്ടി തിരിച്ച് കണ്ടോ ഇങ്ങനെ പോയി നല്ല കണ്ടോ, ഇതെന്താ കർവ്ഡ് സർഫേസ് അല്ലേ? എന്താണ്, കർവ്ഡ് സർഫേസ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രത്യേകത ഉണ്ടാവുന്നത് കേട്ടോ. ആൻഡ് ഓൾസോ അടുത്ത കേസ് നോക്കിയേ, ഇതാണെങ്കിൽ നമ്മുടെ ബാക്ക് സൈഡും എന്താ കർവ്ഡ് ആക്കി കഴിഞ്ഞാലും നല്ല രീതിക്ക് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പറ്റും കേട്ടോ. എന്താണ്, സർഫേസും കർവ്ഡ് ആയാലും നമുക്ക് ഔട്ട്പുട്ടും നല്ല സ്പീഡ് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാന്ന്. നമ്മൾ ഇങ്ങനെയൊക്കെ ഈ ഹോളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം കേട്ടോ. അവിടുത്തെ സർഫേസ് കർവ്ഡ് ആണോ അതോ സാധാ ഇതാണോ എന്ന്. ഈവൻ കർവ്ഡ് അല്ലെങ്കിൽ പോലും എന്തായിരിക്കും, നല്ല സ്മൂത്ത് സർഫേസ് ആയിരിക്കും, എന്നാലേ നല്ല ഔട്ട്പുട്ട് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ അതേ നോക്കിയേ, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ നമ്മുടെ സൗണ്ട് ബോർഡ്സ്, കർവ്ഡ് സീലിംഗ്സ് ഇൻ ഹാൾ. ഇവിടെയൊക്കെ എന്താ, നമ്മൾ കർവ്ഡ് സർഫേസാ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഓൾസോ നല്ല രീതിക്ക് റിഫ്ലക്ഷൻസ് വരും കേട്ടോ. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് സൂപ്പർ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ റിഫ്ലക്ഷൻസ് ഓഫ് സൗണ്ട് ആണ് പഠിച്ചത്. ആൻഡ് ഓൾസോ അതിനു മുമ്പ് നമ്മൾ എന്താ പഠിച്ചത്, നമ്മുടെ റിലേഷൻ ബിറ്റ്വീൻ സ്പീഡ്, വേവ് ലെങ്ത് ആൻഡ് സ്പീഡ്, വേവ് ലെങ്ത്, ഫ്രീക്വൻസി. ഇത് മൂന്നിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിലും പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായല്ലോ? മനസ്സിലാവാത്തവർ എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, മിസ് അത് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് എന്തായാലും നിങ്ങൾ ചോദിക്കണം കേട്ടോ. ഇപ്പൊ എക്സാമിന് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിന്. എന്തായാലും ഒരു ചോദ്യമൊക്കെ ചോദിക്കും ഇതിൽ നിന്ന്. സൗണ്ട് 1-2 ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. അപ്പൊ എന്തായാലും ചോദിക്കും. അപ്പോൾ നമുക്കിനി ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത സെക്ഷനിൽ കാണാം. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഓക്കെ, ദെൻ ബൈ.